ശുചിമുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി ഷാനിനെയും ഷാരോണിനെയും നന്നായി മർദ്ദിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകവേ ഇവർ പൂക്കുല പോലെ വിറയ്ക്കുകയായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. KP 120O മറ്റൊരു വർഷം കൂടി തടവ് കിട്ടാവുന്ന വകുപ്പാണ്. നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ അങ്ങാടിക്കടവിലുള്ള ഡോൺ ബോസ്കോ കോളേജിൽ കഴിഞ്ഞ ദിവസം ഏതാനും വിദ്യാർത്ഥികൾ തങ്ങളുടെ അധ്യാപകരുടെയും സഹപാഠികളായ പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ നഗ്ന ചിത്രങ്ങളുമായി ചേർത്ത് മോർഫ് ചെയ്ത വിവരം കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ഞാൻ ഈ വീഡിയോ ചെയ്യുവാനുള്ള കാരണം, ഇതേ അങ്ങാടിക്കടവിലെ സെക്രട്ടറി ഹാർട്ട് സ്കൂളിലാണ് ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. ഷാരോൺ ജോർജ്, ഷാൻ മുഹമ്മദ്, അഖിൽ ചാക്കോ എന്നീ 3 കുട്ടികളായിരുന്നു ആദ്യം പ്രതിപ്പട്ടികയിൽ. എന്നാൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ അമൽ കുര്യാക്കോസ് എന്നൊരു കുട്ടി കൂടി ചാറ്റ് ഹിസ്റ്ററിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അമലിനെയും പ്രതി ചേർക്കുമെന്നും അറിയുന്നു. സലേഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമായ ജോൺ മെൽച്ചിയർ ബോസ്കോ എന്ന ഡോൺ ബോസ്കോയുടെ പേരിലുള്ളതാണ് കോളേജ്. ഞങ്ങൾക്ക് ലഭിച്ച FIRന്റെ കോപ്പി പ്രകാരം 66E, 67 എന്നീ വകുപ്പുകൾക്ക് പുറമെ കേരള പോലീസിലെ 120O ആക്ടും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും കിട്ടാവുന്നതാണ് 66E, 67 വകുപ്പുകൾ. കേരള പോലീസിലെ 120O ആക്ട് അടുത്ത 1 വർഷം കൂടി തടവ് കിട്ടാവുന്ന കുറ്റമാണ്. ഫോണിൻ്റെ ഉടമയായ ഷാൻ മുഹമ്മദാണ് 1ാം പ്രതി എന്ന് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും മോർഫിംഗ് ടെക്നോളജിപരമായി സഹായിച്ചത് ഷാരൺ ജോർജ് ആണെന്ന് കരുതപ്പെടുന്നു. ഷാൻ മുഹമ്മദിനെ മട്ടന്നൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മറ്റ് 2 പ്രതികളുടെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും അവർ തൽക്കാലം അബ്സ്കോണ്ടിംഗ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ കീഴടങ്ങാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. 132 രാജ്യങ്ങളിൽ വേരുകളുള്ള ഡോൺ ബോസ്കോ സ്ഥാപനത്തിന് ഇന്ത്യയിൽ മാത്രം 42 കോളേജുകളുണ്ട്. ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ടാണ് അങ്ങാടിക്കടവിലെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. 10 വർഷമായി ഡോൺ ബോസ്കോ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ട്. കോളേജിൻ്റെ നിലപാട് അറിയുവാൻ ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെടുകയുണ്ടായി. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അധികാരികളെ വിവരമറിയിച്ചിരുന്നുവെന്നും 13ാം തീയതി 11 മണിയോടുകൂടി രക്ഷകർത്താക്കളുടെ യോഗം വിളിച്ചിരുന്നുവെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ട് പറയുന്നു. യുവാക്കളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, സ്നേഹിക്കപ്പെടുന്നുവെന്ന് അവർക്ക് ബോധ്യമാകണം എന്നുള്ളതാണ് സലേഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ മോട്ടോ. BSW ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു ഈ കുട്ടികൾ മൂവരും. BSW എന്നാൽ ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക്സ്, സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടവർ. സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരിൽ ഇത്തരം കുൽസിത ബുദ്ധി ഉണ്ടാകുന്നത് ആശങ്കാജനകമാണ്. ഇന്ത്യയിൽ ഇതിന് 3 വർഷം തടവാണ് കിട്ടുന്നതെങ്കിൽ വിദേശത്ത് ജോലി കിട്ടിയവർ പോയി ഇത്തരമൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ 10-12 വർഷം വരെ തടവ് കിട്ടാം. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ മാനേജ്മെൻറ്റ് ഷാൻ മുഹമ്മദിൽ നിന്നും ഷാൻ മുഹമ്മദിൻ്റെ ഫോൺ വളരെ വിദഗ്ധമായി കോൺഫിസ്കേറ്റ് ചെയ്യുകയുണ്ടായി, അഥവാ പിടിച്ചെടുക്കുകയുണ്ടായി. കോളേജിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമത്തെ അടിസ്ഥാനമാക്കി ഷാൻ ഫോൺ പുറത്തെടുക്കുന്നവരെ ടീച്ചർ വളരെ ശ്രദ്ധയോടെ കാത്തിരുന്നു. ഫോൺ പുറത്തെടുത്ത ഉടനെ കോളേജിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന രീതിയിൽ ഷാനിൽ നിന്നും ഫോൺ പിടിച്ചു മേടിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഷാൻ കുറ്റം സമ്മതിച്ചു. ഇതിനോടകം വിവരം പുറത്തറിഞ്ഞ മറ്റു വിദ്യാർത്ഥികൾ ശുചിമുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി ഷാനിനെയും ഷാരോണിനെയും നന്നായി മർദ്ദിച്ചു. മറ്റു കുട്ടികൾ തടഞ്ഞുവച്ച് മർദ്ദിച്ച ഇവരെ മാനേജ്മെൻറ്റ് ഇടപെട്ടാണ് മോചിപ്പിച്ചത്. അപ്പോഴായിരിക്കണം കാര്യത്തിൻ്റെ ഗൗരവവും വ്യാപ്തിയും ഈ കുറിപ്പുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകവേ ഇവർ പൂക്കുല പോലെ വിറയ്ക്കുകയായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. 13ാം തീയതി രാവിലെ 11 മണിക്ക് രക്ഷകർത്താക്കളുടെ യോഗം വിളിക്കുന്നു. രക്ഷകർത്താക്കളുടെ യോഗത്തിൽ വിരുദ്ധാഭിപ്രായങ്ങളുണ്ടാകുന്നു. സ്വാഭാവികമാണ്. സ്വന്തം പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ മോർഫ് ചെയ്ത് മറ്റൊരാളുടെ ഫോണിലുണ്ടെന്നറിഞ്ഞാൽ പരാതി കൊടുക്കാനും മുന്നോട്ട് പോയാൽ എവിടം വരെയാവുമെന്നുള്ള ആശങ്ക മാതാപിതാക്കൾക്കുണ്ടാവുക സ്വാഭാവികം. ഒടുവിൽ പ്രിൻസിപ്പൽ തന്നെ പരാതി കൊടുക്കുന്നു. 13ാം തീയതി 2 മണിയോടെ FIR ഇടുന്നു. തുടർന്ന് 4 കുട്ടികളും കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെടുന്നു. സ്റ്റുഡൻറ് ലൈഫ് ഈസ് ഗോൾഡൻ ലൈഫ് ഇഫ് വേസ്റ്റഡ് ഗോ ഡൗൺ ലൈഫ് എന്നാണ്. സുവർണ കാലഘട്ടമാണ് വിദ്യാർത്ഥി ജീവിതം. നശിപ്പിച്ചാൽ ഗോ ഡൗൺ പോലെയാകും എന്നുള്ളതിനൊരു തെളിവ്. മലയോര മേഖലയായ അങ്ങാടിക്കടവിൻ്റെ വികസനത്തിൽ ഡോൺ ബോസ്കോ വഹിച്ച പങ്ക് ചെറുതല്ല. കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഡോൺ ബോസ്കോയിൽ പഠിക്കുന്നു. നഗരത്തിൻ്റെ കെട്ടുപാടുകളിൽ കുട്ടികൾ പെട്ടുപോകാതെ മലയോര മേഖലയിലെ ഒരു നല്ല കോളേജിൽ
സ്വന്തം മക്കളെ ആശ്വാസത്തോടെ ചേർത്ത് തിരിച്ചു പോകുന്ന നിരവധി മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. സമ്പൂർണ്ണമായും സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതിന് കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് നേടിയ ഒരു ക്യാമ്പസാണ് ഡോൺ ബോസ്കോയുടേത്. നാടകരംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന മഹീന്ദ്ര എക്സലൻസി അവാർഡ് നേടിയ സുഹൃത്തായ ജിനു ജോസഫ് അടക്കം, സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എബിൻ ജോസഫ് അടക്കം നിരവധി പ്രമുഖർ ഡോൺ ബോസ്കോയുടെ സംഭാവനയാണ്. അങ്ങാടിക്കടവ് സ്കൂളിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്നായിരുന്നു. എന്നിരുന്നാലും ടീച്ചർമാരുടെ ചിത്രങ്ങൾ വരച്ച് ശരീരഭാഗങ്ങൾ അടയാളപ്പെടുത്തിയ ചില വില്ലന്മാർ ഇല്ലാതിരുന്നില്ല. പക്ഷേ കൗമാരം കടന്നുപോയപ്പോൾ, ബുദ്ധി ഉറച്ചപ്പോൾ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. രണ്ടാമതൊരു ചാൻസ് ഏവർക്കും നൽകാവുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സാക്ഷാൽ ബാരക് ഒബാമയുടെ എ പ്രോമിസ് ലാൻഡ് എന്ന ആത്മകഥയിൽ പറയുന്നു, ഒരല്പം തെറ്റിയിരുന്നെങ്കിൽ, രണ്ടാമതൊരു ചാൻസ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റാകുന്നതിന് പകരം ഞാൻ അഴികൾക്കുള്ളിലാവുമായിരുന്നു. തെറ്റ് ആർക്കും പറ്റാം. മുതിർന്നവർ കുറച്ചുകൂടി സംയമനത്തോടെ ഈ വാർത്തയെ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായി ഇതിലിരയായവരുടെ, പെൺകുട്ടികളുടെ, അധ്യാപകരുടെ, മാതാപിതാക്കളുടെ സന്ദേഹങ്ങൾ ദൂരീകരിക്കാൻ വേണ്ട നടപടികൾ പോലീസും ഇവിടുത്തെ നിയമ സംവിധാനവും ചെയ്യുക തന്നെ വേണം. ഷാൻ വളരെ സൈലൻ്റായ ഒരു കുട്ടിയായിരുന്നു എന്നാണ് പ്രിൻസിപ്പലിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അവിടെ ഒരു അപകടമുണ്ട്. ഷാൻ മറ്റ് ആക്ടിവിറ്റീസുകളിലൊന്നും പങ്കെടുക്കാറില്ലായിരുന്നു അത്രേ. അപകടം എന്താണെന്ന് വെച്ചാൽ, അത്തരം കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വഴുതിപ്പോകാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. സ്പോർട്സും ആർട്സും കുട്ടികളെ നന്നായി നയിക്കേണ്ടവയാണ്. ക്യാമ്പസ് രാഷ്ട്രീയം പാടെ ഉപേക്ഷിക്കണം എന്ന നയം എനിക്കില്ല. അക്രമരഹിതമായിരിക്കുന്നിടത്തോളം കാലം ക്യാമ്പസ് രാഷ്ട്രീയം കുട്ടികൾക്ക് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും നൂതന ടെക്നോളജികളും അടിസ്ഥാന ജീവിത സൗകര്യങ്ങളുമുള്ള ഇത്തരം കുരുപ്പുകൾ കാര്യത്തിൻ്റെ ഗൗരവമോ വ്യാപ്തിയോ അറിയാതെ ഇത്തരം സംഭവങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് സാമൂഹിക ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. പത്രം കൈകൊണ്ട് തൊടുകയോ ന്യൂസ് കാണുകയോ ചെയ്യാറുണ്ടാവില്ല. ഞങ്ങൾ കണ്ണൂർ റൂറൽ പോലീസ് സൂപ്രണ്ട് അനൂജ് പാലിവാലിനെ ബന്ധപ്പെട്ടിരുന്നു. പോലീസ് സോഴ്സിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് IT രംഗത്തെ, ഫോറൻസിക് രംഗത്തെ ഒരു വിദഗ്ധനടക്കം ഒരു 4-അംഗ അന്വേഷണ സംഘം അന്വേഷണത്തിനായി രൂപീകരിച്ചിട്ടുണ്ട് എന്നതാണ്. വരും ദിവസങ്ങളിൽ അബ്സ്കോണ്ട് ചെയ്യുന്നവർ കീഴടങ്ങിയേക്കാം. 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടതുണ്ട്. ഒന്ന്, 3 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഒരു മഹത് സ്ഥാപനത്തെ തള്ളിപ്പറയാതിരിക്കുക. 2, കുട്ടികൾ ചെയ്ത അവിവേകത്തിൻ്റെ പേരിൽ ആ മാതാപിതാക്കളെ തള്ളിപ്പറയാതിരിക്കുക. അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. കേരളത്തിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഈ സംഭവം ഒരു പാഠമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ഓൺലൈൻ ന്യൂസ് മീഡിയ TV എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സസ്നേഹം.